നിന്ന് സിനിമ മൊബൈലിൽ പകർത്തി വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കുന്ന തമിഴ്നാട് മധുര സംഘം കൊച്ചിയിൽ പിടിയിലായി. മധുര സ്വദേശി സ്റ്റീഫനെ കാക്കനാട് സൈബർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയും പ്രതി സമാനമായ രീതിയിൽ മൊബൈലിൽ പകർത്തിയിരുന്നുവെന്ന് പോലീസ് പറയുന്നു. നിർമ്മാതാവ് സുപ്രിയ മേനോന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, ഈ സ്റ്റീഫൻ, മധുര സ്വദേശി സ്റ്റീഫൻ എന്ന ആൾക്കൊപ്പം കൂടുതൽ പേരും പോലീസ് പിടിയിലായിട്ടുണ്ടോ? സുപ്രിയ മേനോന്റെ പരാതിയിലായിരുന്നോ ഈ അന്വേഷണം നടന്നത്? ലക്ഷ്മി പത്മ, ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം റിലീസായ ദിവസം തന്നെ ഇതിന്റെ മൊബൈൽ കോപ്പികളെല്ലാം തന്നെ പുറത്തിറങ്ങിയിരുന്നു. അന്ന് സോഷ്യൽ മീഡിയയിലടക്കം ഇതിന്റെ മൊബൈൽ കോപ്പികൾ പുറത്തിറങ്ങിയിരുന്നു. അന്ന് അതേ തുടർന്നാണ് സുപ്രിയ മേനോൻ പരാതി നൽകിയിരുന്നത്. സുപ്രിയ മേനോന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തി. എന്നാൽ പ്രതികളെ പിടികൂടാനെന്ന് പോലീസിന് കഴിഞ്ഞിരുന്നില്ല. കാരണം തിരുവനന്തപുരം ഏരിയസ് തിയേറ്ററിൽ നിന്നായിരുന്നു ഇവർ ഈ ചിത്രം പകർത്തിയിരുന്നത്. ഇവർ ചെയ്യുന്ന രീതി ഇങ്ങനെയായിരുന്നു. അതായത് ഒരു തിയേറ്ററിന്റെ അവസാന റോയിലുള്ള മുഴുവൻ സീറ്റുകളും ഇവർ ബുക്ക് ചെയ്യും. തുടർന്ന് 4 or 5 പേര് ചേർന്നിരുന്നുകൊണ്ട് ഈ പടം മൊബൈൽ ഫോണിൽ പകർത്തുകയായിരുന്നു പതിവ്. പിന്നീട് അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ 15 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് തിയേറ്റർ, അതായത് തിരുവനന്തപുരത്തെ ഏരിയസ് തിയേറ്ററിൽ നിന്നാണ് ഈ പടം കോപ്പി ചെയ്തതെന്ന്. കാരണം അത് സൈബർ പോലീസ് നടത്തിയ പരിശോധനയിലാണ് അത് മനസ്സിലാവുന്നത്. പക്ഷേ 20 ദിവസം കഴിഞ്ഞ് തിരുവനന്തപുരം ഏരിയസ് തിയേറ്ററിൽ അന്വേഷണവുമായി ചെന്നപ്പോൾ 15 ദിവസത്തെ വീഡിയോ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, CCTV ദൃശ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇത് പകർത്തിയത് ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നലെ റയാൻ എന്ന ധനുഷിന്റെ ഒരു പുതിയ ചിത്രം ഇറങ്ങിയിരിക്കുന്ന സമയമായിരുന്നു. ആ ചിത്രം പകർത്തുന്നതിന് വേണ്ടി ഇതേ സംഘം, മധുരയിലുള്ള സ്റ്റീഫൻ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തുകയാണ് ഉണ്ടായത്. അയാളെ പോലീസ്, സൈബർ പോലീസ്, കാക്കനാടിലെ സൈബർ പോലീസ് പിടികൂടുകയും ചെയ്തു. ഇയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളെയും പിടികൂടിയിട്ടുണ്ട്. ഇവരൊരു സംഘമായി കേരളത്തിൽ ഇറങ്ങുന്ന മുഴുവൻ പടങ്ങളും, അല്ലെങ്കിൽ രാജ്യത്തിറങ്ങുന്ന മുഴുവൻ പടങ്ങളും ചിത്രീകരിച്ചുകൊണ്ട്, ഇത്തരത്തിൽ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്ന പതിവായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നമ്മുടെ കാക്കനാട് സൈബർ ടീം ഇവരെ പിടികൂടിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ഏരിയസ് തിയേറ്ററിൽ നിന്നാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. നിർമ്മാതാവ് സുപ്രിയ മേനോന്റെ പരാതിയിൽ തന്നെയാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്. ലക്ഷ്മി പത്മ, സിനിമാ മേഖലയെ തകർക്കുന്ന ഏതായാലും കണ്ണികളിലേക്ക് തന്നെ പോലീസ് എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തിയേറ്ററിൽ നിന്ന് സിനിമ മൊബൈലിൽ പകർത്തി വ്യാജ പതിപ്പ് പ്രചരിക്കുന്ന തമിഴ്നാട് മധുര സംഘമാണിപ്പോൾ കൊച്ചിയിൽ പിടിയിലായിരിക്കുന്നത്. മധുര സ്വദേശി സ്റ്റീഫനെ കാക്കനാട് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ ഈ പ്രതി സമാനമായ രീതിയിൽ മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ആ സിനിമയുടെ, ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ നിർമ്മാതാവായ സുപ്രിയ മേനോനാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത്. ആ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.